나의 두 눈을 감으면 떠오르는 그 눈동자 자꾸 가슴이 시려서 잊혀지길 바랬어. 꿈이라면 이제 깨어났으면 제발 정말 네가 나의 운명인 걸까. ജെക്കെ അഞ്ചിത്തു ഇന്നലെ തിരക്കുപിടിച്ച് ഇവിടുന്ന് ഓടിയതായിരുന്നല്ലോ, എന്താ കാര്യം? അതെ, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞങ്ങൾക്കൊരു തലതിരിച്ച പെങ്ങളുണ്ടെന്ന്. അവളെ കൂട്ടാൻ പോയതാ. ഓ, എന്നിട്ട് കൂട്ടിയോ? ഞങ്ങളെ കൂട്ടേണ്ട ആവശ്യം വന്നില്ല, അവള് വീട്ടിലേക്ക് എത്തി. അല്ല ചിത്തു, ഇവിടെ അവളെ കാണാനില്ലല്ലോ. മിക്കവാറും അവള് വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നാ നമുക്കിന്ന് വീട്ടിൽ പോണ്ട. എന്താടാ, ഇന്ന് നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? എനിക്കങ്ങ് പോകാനൊന്നുമില്ല. വീട്ടിൽ ചെന്നാ നല്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നല്ല പ്രഭാഷണം കേൾക്കാം, അതുകൊണ്ട് പറഞ്ഞതാ. എന്താടാ, ഇവിടെ ആരെയും കാണാനില്ലല്ലോ, എല്ലാവരും ഇവിടെ നിന്ന് പോയോ? അത് നന്നായി. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോകാം റൂമിലേക്ക്. രണ്ടെണ്ണം അവിടെ നിന്നേ. പിടിച്ച്. എന്താ ജീനു? അല്ലടാ, ഞാൻ ഇന്നലെ നിന്നോട് എന്താ പറഞ്ഞേ? അത് ശരി, നിനക്കറിയില്ലല്ലോടാ. എടാ, നിന്നോട് രണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് അനു വരും അവളെ എയർപോർട്ടിൽ നിൽക്കുകയാണെന്ന്. എന്നിട്ട് നിങ്ങളത് ചെയ്തോ? അത് പിന്നെ ജീനു, കോളേജിൽ കുറച്ച് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ്. പിന്നെ അവളെ കൂട്ടം ചെന്നപ്പോഴത്തേക്ക് അവിടെ എങ്ങും അവളെ കാണാനില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? മിണ്ടരുത് രണ്ടും. കോളേജിൽ അർജന്റ് വർക്ക്. എടാ, നിങ്ങൾ രണ്ടും വരുന്ന പ്രതീക്ഷ എൻ്റെ കുട്ടി അവിടെ 1 മണിക്കൂർ തന്നെ. നിങ്ങളെ കാണാത്തോണ്ട് അവളെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു ടാക്സി പിടിച്ചിട്ട് വരാൻ. ഓ, അവളിവിടെ എത്തിയോ? എന്നാ ഞാൻ പോയി നോക്കിട്ട് വരെ. എന്നാ ഞാനും പോട്ടെ. നിക്കട്ടെ രണ്ടോ അവിടെ. പോത്ത് പോലെ വലുത് എൻ്റെ കുട്ടിയുടെ സ്വഭാവം രണ്ടിനും. ഇത് ആരാ? നമ്മളെ പേരൊക്കെ കളിയല്ലേ വരുന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പേരൊക്കെ കളിന്ന് വിളിക്കില്ലേ. ഓ പിന്നെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. പേരൊക്കെ കളി. അത്രയ്ക്കയ്യോ? നീ പോടെ കാട്ട് നോക്കാനേ. എടി നിന്നെ ഞാൻ വിട്ടേക്കടവളെ, പാവം കൊച്ച്. എടി നീ എങ്ങനെ വന്നത്? അത് ചോദിക്കേ. ഞാൻ നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തെന്നറിയോ? എന്നിട്ട് നിങ്ങളെ പരിസരത്ത് പോലും കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ മമ്മി വിളിച്ചപ്പോൾ മമ്മിയെ പറഞ്ഞ എന്നോട് ഏതെങ്കിലും ടാക്സി പിടിച്ച് വരാൻ പറഞ്ഞത്. അപ്പം ഞാൻ വരുന്ന വഴിക്ക് 2 ഗേൾസ് പോയിന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല, നേരെ അവരെ സഹായിക്കാൻ അങ്ങ് പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, അത് അവരെ ബ്രദറാണ്. അവരെന്തോ ഫാമിലി മാറ്റർ സംസാരിക്കുകയാണ്. എനിക്ക് അപ്പോഴേ തോന്നിയിട്ട് നീ എന്തെങ്കിലും ഒരു കുരുക്കിൽ ചെന്ന് ചാടും. നീ അല്ലേ ആള്, എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ സഹായിക്കണം എന്നല്ലേ കരുതി. പിന്നെ brothers, you know one thing, that girls are so beautiful, so attractive and cute. അതിലൊരു ഗേൾ ഉണ്ടായിരുന്നു, she is so stunning woman. എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ബ്രദറും തിരക്കേടില്ല. ആണോ? അത്രയ്ക്ക് സുന്ദരികളാ? എന്നാ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചാലോ? എനിക്കൊന്നും വേണ്ട, നീ പോയി കിട്ടിക്കോ. അതിന് നിന്നോടാരാ ചോദിച്ചത്? ഞാൻ ഇവളോടല്ലേ ചോദിച്ചത്. ഇവളല്ലേ പറഞ്ഞത് ആള് തിരക്കേടില്ല എന്ന്. ഓ അങ്ങനെ കണ്ട അത് പറഞ്ഞപ്പോ സംതിങ് ഫിഷി. മോനെ ജിത്തു, കുക്കി ആനോ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വേമ്പ. മമ്മി ഞങ്ങളിപ്പോ വരാം. മോളെ, എങ്ങനെയുണ്ട് അവിടുത്തെ പഠിത്തമൊക്കെ? അവിടുത്തെ കാര്യങ്ങളൊന്നും വന്നിട്ട് ചോദിക്കാൻ സമയം കിട്ടില്ല. നിന്റെ കൂടെ ഒരാളും കൂടെ അവിടുന്ന് വന്നായിരുന്നല്ലോ, അവനെ ഇങ്ങോട്ടൊന്നും കാണാനല്ലോ. മമ്മി അവിടെ അടിപൊളിയല്ലേ? മമ്മിക്കറിയാം, എൻ്റെ ക്ലാസ്സിലെ 3ാമത്തെ ടോപ്പർ ഞാനാ. പിന്നെ മമ്മിയുടെ ഫുഡ് ഞാൻ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ. അവിടുത്തെ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. എപ്പോഴും ഞാൻ മമ്മീനെ കുറിച്ച് ഓർക്കും, മമ്മിയുടെ അടിപൊളി ഡിഷസിനെ. അതെ, കോപ്പിയടിച്ച് ടോപ്പർ ആയതല്ലേ. ഇപ്പോഴും കണ്ട മമ്മി ഇവിടെ മമ്മിയുടെ ഫുഡിനെ കുറിച്ച് മാത്രം ചിന്ത, മമ്മീനെ കുറിച്ച് ഒരു ചിന്തയില്ല. മമ്മി ഇത് കേട്ട ചിത്തോട്ടൻ പറയുന്നത്? ചിത്തോട്ടൻ എപ്പോഴും നോക്കിയാലും എന്നെ കുറ്റം പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും. എടാ ചിത്തു, അടങ്ങിയിരിക്കടാ. പാവന്റെ കൊച്ച് ദൂരത്തുനിന്ന് വന്നതാ, നമുക്ക് നല്ല സുഖം ഉണ്ടാവും. മോള് ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നാൽ മമ്മി ഇപ്പൊ പാലും കൊണ്ടുവരാം കേട്ടോ. പിന്നെ മമ്മി, ഏട്ടൻ പറഞ്ഞായിരുന്നു എന്നോട് അവിടുത്തെ സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ആയി, അടുത്ത ആഴ്ച തന്നെ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞേ. സത്യമാണോ? അവന്റെ അടുത്ത ആഴ്ച വരുമോ? അടുത്ത ആഴ്ചയാണ് അവന്റെ ബർത്ത്ഡേ. എന്നാ നമുക്ക് ബർത്ത്ഡേ ഒരു ഗ്രാൻഡ് സർപ്രൈസ് തന്നെ ആക്കണം അവന്. സത്യമാണോ? 2 വർഷത്തിന് ശേഷം അവൻ ഇപ്പോഴാണ് കാണാൻ കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുവരെ ആയിട്ട് അവൻ വന്നില്ല. എന്നാ മമ്മി ഞങ്ങൾ പോയി കിടക്കട്ടെ, ഞങ്ങൾക്ക് നാളെ നേരത്തെ പോകാനുള്ളതാ കോളേജിൽ. എടി നീ നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? നേരത്തെ പോയി കിടന്നു, നേരത്തെ എന്നെക്കാളല്ലോ. നാളെ ഞാനും കേട്ടോ നിങ്ങളുടെ കൂടെ.
ആ, ഒന്ന് നിക്ക് കുട്ടികളെ, ഇത്ര ധൃതിയിൽ നിങ്ങൾ അങ്ങോട്ടാ? ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു ഹായ് പറഞ്ഞിട്ട് പോകും. നിങ്ങൾ പുതിയ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ എത്ര പരിചയമുണ്ടാവില്ല അല്ലേ? വാ, ചേട്ടൻ പരിചയപ്പെടുത്തി തരാം. അത് ചേട്ടാ, ഞങ്ങൾ ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാത്തത്. നമ്മൾ ഒരേ കോളേജിലല്ലേ, പിന്നെ നമുക്ക് പരിചയപ്പെട്ടാൽ പോരെ. അങ്ങനെ പറഞ്ഞാൽ അവിടെ ശരിയാവാനാ? ഞങ്ങൾ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് വിടുകയുള്ളൂ, അല്ലാതെ ഇവിടുന്ന് പോകാൻ മനസ്സിൽ പോലും കരുതണ്ട മക്കളെ. എന്താ അങ്ങനെയല്ലട ജോയ്? പിന്നല്ല, ഇവർക്ക് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കണം അല്ലേ മക്കളെ? ചേട്ടാ പ്ലീസ്, ഞങ്ങൾക്ക് പറഞ്ഞിട്ടായിട്ട് പോയേ പറ്റുള്ളൂ. ഞങ്ങൾ ക്ലാസ് തുടങ്ങാറായി, പ്ലീസ് ചേട്ടാ. അങ്ങനെ ഇപ്പൊ നിങ്ങളെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ലെങ്കിലോ? എടി, ടെസ, നീ എന്താ കാണിച്ചേ? നീ മിണ്ടാതിരിക്കാമോ? നീ ഇത്ര പാവത്തെ പോലെ പറഞ്ഞിട്ടാണ് ഇവർ തലയൊക്കെ വരുന്നത്. പറയേണ്ട പോലെ പറയണം. ഡോ, നിങ്ങളോട് കുറെ തവണ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പോകണമെന്നാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം മര്യാദക്ക് അറിയില്ല, അതുകൊണ്ട് വിട്ടേക്ക് ഞങ്ങളെ. വിടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. നിന്റെ സ്വഭാവം ഒന്ന് ഞങ്ങൾക്ക് കാണാമല്ലോ. Bring the action. Bring the action. Son of a gun, and he's looking for some fun, and the answer's to none. Take on me, kill, Bande, Bande. Kill, Bande, Bande. Frustration, frustration, frustration. Bring the action. Beverly Hills, Malibu, wasting time, me and you. Rodeo Drive, PCH, ain't no worry, life's a stage. I know you want it in the worst way. I wanna hear you calling my name like, hey mama, mama, hey mama, hey mama, mama, hey mama, hey mama, mama, hey mama. I wanna hear you calling my name. എടാ ചേക്കേ, നീ അറിഞ്ഞോ ആ കെവിനെ ഇത് പെണ്ണേറി അടിച്ചെന്ന്? പെണ്ണോ? എന്തിന്? നിനക്കറിയാവുന്നല്ലോ അവരുടെ സ്വഭാവം. അവനെന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ നന്നായി, അതവന് കിട്ടേണ്ടത് തന്നെയാ. ആടാ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. വാടാ, ക്യാൻറ്റീനിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ, നല്ല വിശപ്പുണ്ട്. ആടാ, ചിത്തൂരം കുട്ടിക്കോ. എവിടെ നോക്കിയാടോ നടക്കുന്നത്? തന്റെ മുഖത്ത് എന്താ കണ്ടില്ലേ? ഡീ, നീ ഇവിടെ വന്നോ? ഞാനേ എനിക്ക് ഇഷ്ടമുള്ള അടുത്തൊക്കെ പോകും, അത് നിങ്ങൾ എന്തിനാ അറിയുന്നത്? ജാക്കെ, എന്താണ് പ്രശ്നം? എടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കഫേയിൽ എൻ്റെ നേരത്ത് കോഫി വെച്ച് എന്നിട്ട് വെറുതെ എന്നോട് കയറി ചൂടായിന്ന്. ആ കുട്ടിയാണ് ഈ കുട്ടി. ഇതാ ഇന്നിപ്പോ എവിടെയാ നോക്കി നടന്ന് എന്നെ വന്നിടിച്ചിട്ട് എന്നോട് ചൂടാക്കുക. അത് ശരി, ഞാനാണോ വന്നടിച്ചത്? നിങ്ങളല്ലേ എവിടെ നോക്കി നടന്ന് എന്നെ വന്നടിച്ചേ? എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും പറഞ്ഞോ? എന്ത്? ഞാൻ സോറി പറയാനോ? ഇന്നലെ താൻ എൻ്റെ ഇഷ്ടമായിട്ടുള്ള കോഫി വെച്ചിട്ട് സോറി പറയാതെ പോയത്. അപ്പോൾ താൻ ആദ്യം സോറി പറ. എന്ത്? ഞാൻ സോറി പറയാനോ? തന്നോട് ആരാ പറഞ്ഞേ ഞാൻ തിരിയും എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കാന്? താൻ ശ്രദ്ധിക്കാതെ നിന്നിട്ട് ഞാനാ മറിച്ചെന്ന് പറയാൻ നിൽക്കണ്ട. അത് ശരി, ഇപ്പൊ അതും ഞാനാ ചെയ്തത്. ജേക്കെ, ഒന്ന് അടങ്ങടാ. കുട്ടി, നിങ്ങൾ രണ്ടുപേരും അറിയാതെ ചെയ്തു പോയതല്ലേ? ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. എടാ, ഒരു സോറി പറയടാ. സോറി. ടെസ, നീ എത്ര നേരെ പോയിട്ട്? എന്നെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. നീ എന്തൊക്കെ ഇവിടെ? അല്ല, താനെന്താ ഇവിടെ? താനെന്താ ഇവിടെ? അമ്മോ, നിനക്ക് ഇവിടെ നേരത്തെ അറിയാം? അത് ഇല്ല, എനിക്ക് ആള് മാറിപ്പോയതാ. ജിത്തു, നിനക്കറിയാം? ഇല്ല, എനിക്ക് ആള് മാറിപ്പോയതാ. ഹേയ് ടെസ, അമ്മോ, നിങ്ങൾ എവിടെ നിൽക്കായിരുന്നോ? കുക്കിയിട്ട ചിത്തേട്ട, നിങ്ങൾ ഇവിടെ എന്താക്കുക? എന്ത് കുക്കിയായിരുന്നോ? ആനോ, നിനക്ക് ഇവിടെ നേരത്തെ അറിയാം? ഓ, ഐം സോറി. ബൈ ദ വേ ലേഡീസ്, ഞാൻ നിങ്ങളോട് പറയാറില്ല എൻ്റെ 3 ബ്രദേഴ്സിനെ കുറിച്ച്? അതിലെ 2 ബ്രദേഴ്സ്. വാട്ട്, യുവർ ബ്രദേഴ്സ്? യാ, ബൈ ദ വേ ബ്രദേഴ്സ്, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ല 2 ഗേൾസിനെ കുറിച്ച്? അവരാണ് ഇവര്. ഓ, നിങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടതായിരിക്കില്ലേ? നോ ബ്രദേഴ്സ്, ഞങ്ങൾ തമ്മിൽ 2 years ബോണ്ടിങ് ഉണ്ട്. ഞങ്ങൾ കാനഡയിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്, അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാ. അപ്പോൾ ശരി ഏട്ടന്മാരെ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നെ കുക്കിയേട്ടാ, എനിക്ക് വൈകുന്നേരം ആ ചെറിയൊരു കപ്പ് കേക്ക് വാങ്ങി തരണേ. എടാ ചിത്തു, ചേക്കേ, നിങ്ങൾ എവിടെ നിൽക്കായിരുന്നോ? ഞാൻ നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എടാ, ഞാൻ രാവിലെ പറഞ്ഞ പെണ്ണില്ലേ, അത് ആ പോകുന്നതാ. ഏത് പെണ്ണ്? എടാ, മറ്റേ കെവിനെ ടീമിനെ അടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണിനെ. ഒക്കെ എന്ത് ധൈര്യം ഉണ്ടായിട്ടോ എന്നെ എന്റെ ഫ്രണ്ട്സിനെ തല്ല. എടാ കെവിനെ, ഇതിനുള്ളത് അവർക്ക് ഇന്ന് തന്നെ കിട്ടും. കെവിനെ, നീ എന്താണ് എന്നെ അടിച്ചത്? അവളല്ല അടിക്കണ്ടേ? എന്ത്? അവളടിക്കാനോ? എന്നെ അടിക്കാൻ ധൈര്യമുള്ള ആദ്യത്തെ പെണ്ണ് അവളാ. അതുകൊണ്ട് ഇനി അവൾ എന്റെ പെണ്ണായിരിക്കും. കെവിനെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? നിനക്കെന്താ വട്ടായോ? ഇനി അവൾ എന്റെ പെണ്ണായിരിക്കും. അവളെ ആരെങ്കിലും തൊട്ടെന്ന് അറിഞ്ഞാൽ ആ കൈ ഞാൻ അങ്ങെടുക്കും. എടാ, നീ സീരിയസ് ആയിട്ടാണോ? നിനക്ക് തോന്നുന്നുണ്ടാവും സമ്മതിക്കുന്നു? അതൊക്കെ ഞാൻ അവളെ കൊണ്ട് പഴിയെ സമ്മതിപ്പിച്ചോ.
ദേ നോക്ക്, ഇനി തൊട്ട് അവൾ ഈ കെവിന്റെ പെണ്ണ. കെവിന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരി. അതുകൊണ്ട് അവളെ നന്നാക്കി അറിയണം. അവക്ക് എന്നെ ഇംപ്രസ് ആവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. എന്തായാലും നിനക്ക് ആദ്യമായിട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലേ? ഞങ്ങൾക്ക് ചെലവാണ് കേട്ടോ. പിന്നെന്താടാ, ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ എല്ലാവർക്കും എന്റെ വക പറ്റി. ജെനി, നീ അറിഞ്ഞോ നമ്മുടെ കെവിനില്ലേ, അവന് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പുതിയ ജെസ് എന്ന് പറയുന്ന കുട്ടിയല്ലേ, അവളോട് പ്രേമാണ്. അവൻ്റെ കിടിയൊക്കെ പറഞ്ഞു അവളെ അടി കിട്ടിയപ്പോഴത്തേക്കും. അവള് കൊള്ളാം, വന്ന് കയറേണ്ട താമസം അപ്പത്തേക്ക് ഒരാളെ വീഴ്ത്തിയില്ലേ. അല്ല എടി, ഇത് റോസി അറിഞ്ഞോ? അതെ ചെന്നി, അവളാ എന്നോടിത് പറഞ്ഞത്. പാവം, അവൾ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തുനിന്ന് പോയത്. ഓ ഷിറ്റ്, നീ അവിടെ പോയി നോക്ക്, ഞാനിപ്പോൾ വരാം, എനിക്കൊരു ചെറിയ പണിയുണ്ട്. ഹേയ് ടെസ, നൈസ് ടു മീറ്റ് യു. ഐ ആം ജെനി. നമ്മൾ ഒരേ ക്ലാസ്സിലാണ്. ഹായ്, നൈസ് ടു മീറ്റ് യു. നിങ്ങൾ ട്രാൻസ് സ്റ്റുഡൻസ് ആണല്ലേ? വന്നു കയറിയപ്പോഴത്തേക്ക് ഒരാൾ വീഴ്ത്തിയില്ലേ? വീഴ്ത്താൻ ഞാൻ പഴുത്തുലിയല്ല. ഓ നൈസ് ജോ, നോ കമൻസ്. ഡിഡ് ഐ ആസ്ക് യു? മോക്ക് ജെന്നി ആരാന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പുതിയ സ്റ്റുഡൻ്റ് അല്ലേ, കുറച്ച് എഴുത്താനെ മനസ്സിലായിക്കോളും. ഓ സോറി, നോ താങ്ക്സ്. തനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. വന്ന ആദ്യത്തെ ദിവസം തന്നെ ഒരാളെ മക്കാൻ കഴിവുള്ളതിനെ കുറിച്ച് ഞാൻ ഇനി എന്ത് മനസ്സിലാക്കാനടി? നീ എന്താടി പറഞ്ഞത്? ഞാൻ ആരെ മയക്കൊക്കെ അറിയാടി പറയണേ? ടെസ്സാ, വിടവളെ. ആരെ മയക്കുന്ന നിനക്ക് അറിയില്ലടി. നീ രാവിലെ തന്നെ ആ കെവിനില്ലേ, അവനെ തന്നെ. നീ കാരണം ആ പാവൻ റോസി, അവൾ എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. കെവിനെ ഞാൻ എപ്പോഴാ മയക്കി? ഒരു പക്ഷെ നീ മയക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ അവനിപ്പോ നീ അവന്റെ പെണ്ണാന്ന് പറഞ്ഞിട്ടാ നടക്കുന്നത്. അവനോട് പോവാൻ പറ. ദേ, മേലാൽ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാ എന്റെ തനി സ്വഭാവം നീ അറിയും കേട്ടല്ലോ. ടെസ്സാ, മതി, ഇവ പോവാ. ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ ആ കെവിന്റെ കിളിയൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. കെവിന്റെ കിളി പറഞ്ഞോ എന്ന്? നീ എന്തൊക്കെയാണ് ഈ വന്ന് പറയുന്നത്? അതെടാ, രാവിലെ തല്ലി കിട്ടിയപ്പോ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരടി കിട്ടിയപ്പോഴത്തേക്കും ക്രഷ് അടിച്ചെന്ന് പറയുന്നത് ലോകത്ത് ആദ്യത്തെ സംഭവമായിരിക്കും. ക്രഷ് അടിച്ചെന്നോ? ഏത്, ആ രാവിലെ തല്ലിയ കുട്ടീനോടാണോ? എങ്കിലത് നന്നായി, അവന് 3-4 അടി കൂടി കിട്ടേണ്ട കുറവുണ്ട്. അതെന്തായാലും ശരിയാ. എന്നാ ശരിയടാ, ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ അനുവിനോട് പറഞ്ഞത് അവളെയും കൂടി ഷോപ്പിങ്ങിന് പോവാന്ന്. എന്നാ ഞങ്ങളും പോവാ. ഗൈസ് പോവാ. എന്താടി കുറിപ്പ് ലേറ്റ് ചെയ്ത്? എന്നോട് നേരത്തെ വരാൻ പറഞ്ഞല്ലേ? അതെ, എഴുതി കഴിയാൻ കുറച്ച് ലേറ്റ്, അതുകൊണ്ട്. ഹേയ് ടെസ, അമ്മു, ബൈ. ബൈ അനു. ഇപ്പോഴെങ്കിലും ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിയല്ലോ മൂന്നും. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ശരി ജീനിയമ്മേ. പിന്നെ മമ്മി, ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഫ്രണ്ട്സോ? അത് ഈ സമയത്തോ? സന്ധ്യയായില്ലേ? അവരോട് നാളെ വരാൻ പറ. അത് മമ്മി, ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയത്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരാൻ ഞാൻ പറഞ്ഞത്. ആ മമ്മി, അവരാന്ന് തോന്നുന്നു. മമ്മി പോയി എന്ത് ഓർക്കും, ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം. അനുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളിരിക്കുക, അവൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരും. എടി അനു, നിക്കടി അവിടെ. എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ ഡ്രസ്സ് എടുക്കല. മമ്മി, ഇത് നോക്കി കുക്കിയേട്ടൻ വെറുതെ വഴക്കുണ്ടാക്കാൻ അല്ല വരുന്നത്. ജീനി, ഇത് നോക്കി ഇവളെ എന്റെ ഡ്രസ്സ് എടുത്തോണ്ട് പോകുന്നത്. എടാ കുക്കി, അവളെ ഇവിടെ എടുത്ത് അവളെ പിടിക്കി. നിക്കടി അവിടെ. നിന്നോട് ആരടി എന്റെ റൂമിൽ കയറിയിട്ട് എന്റെ സ്പ്രേ എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്? മൂന്നെണ്ണം താഴോട്ടേക്കൊന്ന് നോക്കിയേ. താഴോട്ടേക്ക് നോക്കാനൊന്നും സമയമില്ല മമ്മി. മമ്മി ഇങ്ങോട്ട് കയറി വാ, ഇവളിപ്പൊ പോകും. എടാ, അതൊന്ന് കൊടുത്തേക്കട, അവള് പാവല്ലേ, ദൂരത്ത് ക്ഷീണിച്ച് വന്നതല്ലേ. മമ്മിയാണ് ഇവിടെ ഇങ്ങനെ വിഷലാക്കുന്നത്. അതെ, നിങ്ങളുടെ കച്ചറ കഴിഞ്ഞാൽ താഴോട്ടേക്കൊന്ന് വരുമോ? എന്താ ചെയ്യണി താഴെ കാണാനുള്ളത്? ഇവരെന്താ ഇവിടെ? അമ്മു, നിങ്ങൾ വന്നാ? നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നേ? ഞങ്ങള് നിങ്ങളുടെ ഈ ബഹളം തുടങ്ങുന്നതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാ. അനു, ഒന്ന് ഞങ്ങളുടെ കൂടെ വരുമോ? എന്താ ഏട്ടാ? എടി, നിനക്ക് ഇവര് വരുന്നറിയിരുന്നെങ്കിൽ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞോണ്ടിരുന്നോ? മനുഷ്യൻ നാണം കിട്ടിപ്പിന് മുമ്പിൽ എന്റെ എല്ലാ വിലയും ഇതോടെ പോയി. ഏയ്, അതൊന്നും സാരല്ല ഏട്ടാ. നീ മിണ്ടരുത്. നീ ഒറ്റടുത്ത് കാരണം ഇതൊക്കെ സംഭവിച്ചേ. ഓ, അല്ലേ ഇപ്പൊ വലിയ സംഭവല്ലേ ഇതിനുള്ളതേ ഇവര് പോയി കഴിഞ്ഞിട്ട് തരാട്ടോ നിനക്ക്. അപ്പൊ ഗൈസ്, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? എന്ത് കളി കളിക്കുന്നേ? ജസ്റ്റ് മ്യൂസിക് ഗെയിം. ഞങ്ങളില്ല കേട്ടോ. ഏട്ടാ, എന്താ കളിക്കാൻ വാ. എടി, ഒന്ന് പറയടി. അതെ, ഒരു പാട്ട് പാടാനല്ലേ, കുറച്ചു നേരത്തേക്ക് ഒന്ന് വന്നൂടെ? അധികം വേണ്ട, ഒരു 2 ലൈൻ മതി. ശരി എന്നാ. ആദ്യം രസം പറയും. ഞാനിനി അലിയാം കനവുകളായി
സ്നേഹമഴയുടെ ചൂടത്തിൽ ഞാനിനി നനയാം നിലവുകളായി. അരെ വാ, അടിപൊളി, പൊളിച്ചിട്ടുണ്ടാകും. പക്ഷേ കുറച്ചും കൂടെ പാടായിരുന്നു. ഇനി അമ്മൂജി തുടരാം. ഞാനോ? ആ, ഞാൻ തന്നെ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. എടിയനു ഇനി നീ പാട്. ഇത് തകുമാ നീണ്ട നീണ്ട കാതല ഇറുക്കി ഒരു കുരലായി നീ തീട്ടി വീസന മുട്ടതമാ മുട്ടതമാ മുച്ചുമുഖം കൊടുക്കവേ വിട്ടതം. ആ, ഇനി എല്ലാ ഗേൾസും പാടും. അതിനുശേഷം ബോയ്സ് പാടും. 1 2 3 സ്റ്റാർട്ട്. है तू ही दिल जा मेरी अब से बेजिक्र तेरा ना जाए मेरे लब से बुलावे तुझे यार आज मेरी गलियां बसाऊं तेरे संग में अलग दुनिया जो हो है तू दस मुझे देखे हंस दे तू चाहे मेरे हक की जमीन रख ले तो सांसों पे भी नाम तेरा लिख दे मैं जीऊं जब जब तेरा दिल धड़के. അയ്യത്തായാരോ പാടുന്നുണ്ടോ അതോ എന്റെ മനസ്സാണോ ആരാരോ എന്തോ പറയുന്നുണ്ടോ അനുരാഗവചസ്സോ പാഴ്സ്വരമോ. ആഹാ മക്കളെ, അടിപൊളിയായിട്ടുണ്ടല്ലോ. എല്ലാവരും നന്നായി പാടുന്നുണ്ട്. ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരെ. മമ്മി ജിത്തോട്ട കുക്കിയേട്ട ഇതാരാ വന്നേ നോക്ക്.